ഹലോ ഗൈസ്, തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പാർട്ടി നോക്കി വോട്ട് ചെയ്യരുത്, സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു കമന്റ് അങ്ങനെ കണ്ടു. സ്ഥാനാർത്ഥിയെ നോക്കിയല്ലോ, പാർട്ടിയെ നോക്കിയിട്ടല്ലേ വോട്ട് ചെയ്യേണ്ട. നമ്മുടെ കേരള രാഷ്ട്രീയം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സമയത്ത് LDF ആണെങ്കിൽ അടുത്ത സമയത്ത് UDF. അപ്പൊ അതിനൊരു മാറ്റം സംഭവിച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ്. ഇങ്ങനെ പോകുന്ന രാഷ്ട്രീയത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെയധികം പൊളിറ്റിക്കൽ സ്റ്റാഗ്നേഷൻ വരും. അതായത് രാഷ്ട്രീയക്കാർ കുറച്ചുകൂടെ അറഗന്റ് ആവും, കുറച്ചുകൂടെ സെൽഫിഷ് ആവാൻ തുടങ്ങും. ബിക്കോസ് അവരെന്ത് ചെയ്താലും അവർ ഇലക്റ്റഡ് ആകും എന്നുള്ളൊരു ഉറപ്പ് അവർക്കുണ്ട്. അങ്ങനെ ഒരു അറഗൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും അത് ബാധിക്കുന്നത് നാട്ടിലെ ജനങ്ങളെയാണ്. രാഷ്ട്രീയക്കാരുടെ പ്രയോറിറ്റി അവരുടെ പേഴ്സണൽ ലൈഫും അവരുടെ ഫാമിലിയും ഒക്കെ ആയി തുടങ്ങുമ്പോൾ നമ്മൾ പൊതുജനങ്ങൾ കഷ്ടപ്പാടിലാവും. അപ്പം അത് മാറണമെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ഓപ്ഷൻസ് കുറച്ചുകൂടെ വൈഡ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പാർട്ടി നോക്കാതെ സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യൂ എന്നുള്ളത്. പാർട്ടി ഏതുമായിക്കോട്ടെ, പാർട്ടികൾ പലത് വരട്ടെ. ഇപ്പം വരുന്നത് ഒരു പക്ഷേ ഒരു തൂക്ക് നിയമസഭ ആയേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ബിക്കോസ് നിയന്ത്രിക്കാനായിട്ട് പല ആൾക്കാർ കൂടുമ്പോൾ അത് നമ്മുടെ രാഷ്ട്രീയത്തെ കുറച്ചുകൂടെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്ന കണ്ടു, നമ്മൾ ഐഡിയോളജി നോക്കിയിട്ടല്ലേ വോട്ട് ചെയ്യേണ്ടതെന്നൊക്കെ. ആരാണ് ഐഡിയോളജി പ്രോപ്പറായിട്ട് പാലിക്കുന്ന രാഷ്ട്രീയക്കാർ നമ്മുടെ നാട്ടിലുള്ളത്? ഒന്ന് ചൂണ്ടിക്കാണിക്കാമോ? രാഷ്ട്രീയം മൊത്തത്തിൽ കറപ്ഷനും സ്വജന പക്ഷപാതവും ഒക്കെ കൊണ്ട് നിറയുമ്പോൾ നമ്മുടെ നാട് മുരടിച്ചു പോവുകയാണ് ചെയ്യുക. ആൾക്കാരെ നോക്കി വോട്ട് ചെയ്യൂന്ന് ഞാൻ പറയുന്നതിന്റെ ഒരു പ്രധാന കാരണം നല്ല കഴിവുള്ളവർ വരട്ടെ എന്ന് ഉദ്ദേശിച്ച് തന്നെയാണ്. കഴിവുള്ളവർ വരട്ടെ. നമ്മൾ ഈ രാഷ്ട്രീയം ആദർശമൊക്കെ പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ നാട് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നാടിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള കഴിവുള്ള ആൾക്കാർ വരണം. ജനങ്ങളുടെ മുന്നിൽ സബ്മിസീവായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ നാട് രക്ഷപ്പെടുകയുള്ളൂ. പ്രത്യേകിച്ച് കേരളത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അപ്പം മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരണം. പുതിയ ആൾക്കാർ വരണം, പുതിയ കക്ഷികൾ വരണം. എല്ലാവരും വരട്ടെ, നല്ല കഴിവുള്ളവർ വാഴട്ടെ, അല്ലാത്തവർ വീഴട്ടെ. നമുക്ക് എന്ത് ചെയ്താൽ നമുക്ക് നമ്മുടെ നാട് നന്നാവണം എന്നല്ലേ ഉള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ പറഞ്ഞ പഴകിയ സിദ്ധാന്തങ്ങളൊന്നും മുറുകെ പിടിച്ച് നടക്കാതെ കഴിവുള്ളവരെ ജയിപ്പിക്കാൻ നോക്കുക. തീർച്ചയായിട്ടും ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു നമ്മുടെ നാട് വികസിക്കണം എന്നുള്ളത്. കാരണം ഞാൻ കേരളത്തിൽ താമസിക്കുന്ന വ്യക്തിയാണ്, തൃശ്ശൂരിൽ താമസിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് എൻ്റെ നാട് വിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കാൻ ഒരു താല്പര്യവും ഇല്ല. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത്, വോട്ടിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണസിരാ കേന്ദ്രത്തിൽ ആരിരിക്കണം എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ താക്കോൽ നമ്മുടെ കയ്യിലാണുള്ളത്. അത് കൃത്യമായിട്ട് വിനിയോഗിക്കുക. ഇപ്പൊ തൂക്ക് സഭ വന്നാലും കുഴപ്പമില്ല, നമ്മുടെ നാട് ബെറ്റർ ആയാൽ മതി. കാരണം നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിധേയത്വം പാടില്ല. അതിപ്പോ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും. 3 കക്ഷികളോടല്ല നമ്മുടെ വിധേയത്വം, നമ്മുടെ നാടിനോടാണ് വിധേയത്വം. അപ്പൊ നാട് രക്ഷപ്പെടാനുള്ള എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ എടുത്തില്ലെങ്കിൽ പിന്നെ ആരെ എടുക്കുക? കക്ഷി രാഷ്ട്രീയം മറന്ന് കഴിവുള്ളവരെ നിങ്ങൾ നിയമസഭയിലേക്ക് അയക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നത് വരെ ടാറ്റ, ബൈ ബൈ, സി യു.